ആരെങ്കിലും ഇത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടോ? ഓപ്പൺ ആക്കിയവർ ആരെങ്കിലും ഉണ്ടോ ഇതില്? അറിയില്ലേ? നോക്കിയിട്ടുണ്ടായിരുന്നു. യെസ്, 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 യെസ്. പിന്നെ എല്ലാരും ഇല്ലേ ഇതില്? ഹലോ, ആരും ഇല്ലേ? സയ്യിദ് ഉസ്താദ് അല്ലാതെ ആരും ഇല്ലേ? ഒന്ന് വോയിസ് വരാൻ പറ്റുമോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ. സാദിഖ് ഉണ്ട്. ഓക്കെ, 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 ഇൻഷാല്ലാ. അപ്പോ പിന്നെ ഇത് ഉപയോഗിച്ചാക്കിയ സയ്യിദ് ഉസ്താദ് അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരെങ്കിലും ഉണ്ടോ? അബ്ദുറഹ്മാൻ. ഓക്കെ, നമുക്ക് നമ്മുടെ പിന്നെ ഇതിലേക്ക് കടക്കാം. സംശയം ചോദിക്കണം കേട്ടോ, ഇതിന്റെ ഇടയിൽ നിങ്ങൾ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യണം. അല്ലെങ്കിൽ ഒരു ബോറിംഗ് ആയിരിക്കും. അത് നമുക്കൊരു ഞാൻ ഇതൊരു ട്യൂട്ടോറിയലായി ചെയ്യാതെ ഇങ്ങനെ ലൈവായി ചെയ്യാനുള്ള കാരണം തന്നെ ആഹ്, ഒരു ബിഗിനർ എന്ന നിലക്ക് സംശയങ്ങളൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അപ്പോൾ നമ്മൾ നേരെ പറയാനായിട്ട് നല്ലത് ഒരാൾ സംശയം ചോദിക്കുന്ന സമയത്തൊക്കെ കുറച്ചുകൂടെ മനസ്സിലാകാൻ എളുപ്പമായിരിക്കുന്ന രൂപത്തിലാണ്. ഓക്കെ, നമ്മൾ നോക്കാം. ഇതാണ് ആ ഫയല്. ഓക്കെ, ഇത് ഈ ഒരു ഫയലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ്, റിസർച്ച് അടിച്ച് കയറ്റുന്ന ഭാഗമാണ്. ഇത് പിന്നെ എന്റെ ഐഡിയ അല്ല, ഞാൻ കോപ്പി ചെയ്തതാണ്. ഓക്കെ, അതായത് ഞാൻ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത സമയത്ത് അവിടെയുള്ള വിദ്യാർത്ഥികൾ കാലങ്ങളായിട്ട് ഒരു പിന്നെ ടീമിന്റെ അടുത്ത് നിന്നാണ് വാങ്ങാറുള്ളത് ഒരു എക്സൽ ഫയൽ. അത് ഒരു നിശ്ചിത സമയത്തേക്ക് കിട്ടുള്ളത്, കഴിഞ്ഞ് എക്സ്പയർ. 500 രൂപ ഉള്ളൂ, വാങ്ങാവുന്ന പ്രശ്നമൊന്നുമില്ല, സ്വാഭാവിക അധ്വാനം ഉണ്ട്. പക്ഷെ ആ ഒരു ഫയൽ എന്ന് പറഞ്ഞാല് അത് വി ബി എ ഉപയോഗിച്ചുള്ള ഫയലാണ്. വി ബി എ പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു കോഡിങ് പ്രോഗ്രാമിംഗ്, എക്സൽ അകത്തുള്ള പ്രോഗ്രാമിംഗ് ആണ്. അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അത് പിന്നെ ഒന്നാമത് നമുക്കത് ഓൺലൈൻ ചെയ്യാൻ പറ്റില്ല. ഓൺലൈൻ ചെയ്യാന്ന് വെച്ചാൽ വൺ ഡ്രൈവിൽ ഷെയർ ചെയ്തിട്ട് നമുക്ക് പരസ്പരം ഷെയർ ചെയ്ത് ഉപയോഗിക്കാൻ കഴിയില്ല. ഇപ്പൊ രണ്ട് കമ്പ്യൂട്ടറുകൾ തമ്മിൽ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് 365 ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ രണ്ട് വേറൊരാൾക്ക് ഷെയർ ചെയ്തിട്ട് പരസ്പരം ഉപയോഗിക്കാൻ വേണ്ടി രൂപമൊക്കെ ഉണ്ട് വൺ ഡ്രൈവിലായിട്ട്. പിന്നെ മൈക്രോസോഫ്റ്റ് ഓഫീസ് 365 എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ള വീഡിയോ നമ്മൾ ഗ്രൂപ്പിൽ മുമ്പിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് വേണ്ടവർക്ക് ഒന്നുകൂടെ ചോദിച്ചാൽ നമുക്ക് ഒന്നുകൂടി ഷെയർ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഏഹ്, ആ സമയത്ത് ഞാൻ അതിൽ കണ്ട ഒരു റിസൾട്ടിന്റെ ഒരു ഭാഗമാണ് ഈ ഒരു രൂപം. ഞാൻ അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ഞാൻ ഉണ്ടാക്കിയ ഫോർമുല വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ഫയലാണത്. അതിലെ ഫയൽ എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ്. പിന്നെ പക്ഷെ അതിന് ഇൻസ്പയർ ആയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ ഒരു ഭാഗം. ഈ ഒരു ഭാഗമാണ് ഇതിൽ ഹാജരായിട്ടുള്ള ഭാഗം. ഓക്കെ, ഇൻഷാല്ല ഇതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം ഇൻഷാല്ല. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറയണം കേട്ടോ, ജസ്റ്റ് കമന്റ് ചെയ്യണം. ഒരു വൺ വേ ടോക്ക് ആവരുത്, റേഡിയോ ആവരുത്. ഓക്കെ, ഇൻഷാല്ല. ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ, ബിസ്മില്ലാ. അപ്പൊ ഇതിലെ ഒരു ഫസ്റ്റത്തെ ഷീറ്റ് ബേസിക് ഡീറ്റെയിൽസ് ആണ്. ഈ ബേസിക് ഡീറ്റെയിൽസിൽ ഇത് ജസ്റ്റ് ചോദിക്കണുള്ളൂ, അതൊക്കെ വെറുതെ കൊടുക്കുകയാണ്. അതായത് നമ്മൾ പിന്നെ നെയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, നെയിം ഓഫ് ഫെസ്റ്റ്, ഇതൊന്നും എന്തല്ല മാറ്റർ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. എത്ര ടീമുണ്ട്, എത്ര കാറ്റഗറി ഉണ്ട്, പിന്നെ ഗ്രൂപ്പ് ഐറ്റംസ് ഫോർ ഈച്ച് കാറ്റഗറി ഉണ്ടോ, അതായത് ഓരോ കാറ്റഗറിന്റെ അകത്ത് ഗ്രൂപ്പ് ഉദാഹരണം സബ് ജൂനിയർ ഗ്രൂപ്പ് സോങ് ഉണ്ടോ, പിന്നെ ഹൗസ് ഐറ്റംസ് അതായത് ജനറൽ ഐറ്റംസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കണത്. ഇതൊക്കെ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കണക്കാണ്. പക്ഷെ ഇവിടെ നമ്മൾ കറക്റ്റ് കൊടുക്കണം. അതായത് ഇവിടെ 5 കൊടുത്താൽ ഇവിടെ 5 വരും. അതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല, കമ്പൾസറി ആയിട്ടുള്ള കാര്യമല്ല. ഇതൊക്കെ നമ്മളൊരു ബേസിക് ഒരു എന്താ പറയാ
ഒരു പിന്നെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ നമ്മളെ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ജസ്റ്റ് ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്, അതൊന്നും കമ്പൽസറി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓർമ്മപ്പെടുത്താണ്. അടുത്തത് പാർട്ടിസിപ്പൻസ് വന്നാല് ഇവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഇത്രയും കാര്യം മാത്രം അവിടെ കൊടുക്കേണ്ടതുള്ളൂ കേട്ടോ. അപ്പോ ജസ്റ്റ് നമ്പർ, നെയിം, കാറ്റഗറി, ടീം. അപ്പോ ഈ ടീമിന്റെ പേരും കാറ്റഗറിയും ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഫിൽട്ടർ ആണ്. ഓക്കെ, ഇത് ഒരു പക്ഷെ പഴയ എക്സലാണ് വർക്ക് ചെയ്യില്ല കേട്ടോ. ഇതൊക്കെ പുതിയ എക്സലിൽ വർക്ക് ചെയ്യുള്ളൂ. പഴയ എക്സലാണ് വർക്ക് ചെയ്യില്ല. പഴയ എക്സൽ ആണെങ്കിൽ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാനുള്ള വീഡിയോ നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട, നമ്മളെ മദ്രസിലെ കുട്ടികളെ പേര് എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്പർ, പിന്നെ പേര്, അതായത് കാറ്റഗറിയാണ്, അവരുടെ ടീം ഏത്, അത് മാത്രം കൊടുക്കാം. പിന്നെ പ്രോഗ്രാംസ് ഇതേപോലെ ഈ രൂപത്തിൽ തന്നെ കൊടുക്കണം. കോഡ് നമ്പർ, പ്രോഗ്രാം കോഡ് ഉണ്ടാവും. അത് ഇനി ABCD ആണെങ്കിലും വേണ്ടില്ല, എന്തായാലും കോഡ് ഉണ്ടാവണം. പിന്നെ ഐറ്റംസ്, പ്രോഗ്രാം ഐറ്റംസ്. ഓക്കെ, പിന്നെ സ്റ്റേജ് ആണോ നോൺ സ്റ്റേജ് ആണോ ഉള്ളത് കൊടുക്കണം. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഗ്രൂപ്പ് ഐറ്റംസിലും പിന്നെ ജനറൽ ഐറ്റംസിലൊക്കെ അതൊക്കെ സെയിം നോൺ സ്റ്റേജ് കൊടുക്കാം. പിന്നെ കാറ്റഗറി, ഇത് ഏത് കാറ്റഗറിയുള്ള മനസ്സിലാണ്, സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ ആ രൂപത്തിൽ കൊടുക്കാം. പിന്നെ ഇൻഡിവിജ്വൽ ആണോ ഗ്രൂപ്പ് ആണോ എന്നുള്ള സംഗതിയും കൊടുക്കുക. ഓക്കെ, ഇൻഡിവിജ്വൽ ആണോ ഗ്രൂപ്പ് ആണോ എന്നുള്ള സംഗതി കൊടുക്കുക. ദാറ്റ്സ് ഓൾ. ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ ജനറൽ കാറ്റഗറി കൊടുക്കുന്നുണ്ട്. അതായത് ജനറൽ കാറ്റഗറി ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഇതൊരു ഫെസ്റ്റിന്റെ ബേസിക്സ് മാത്രമാണ്. ജനറൽ കാറ്റഗറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ എന്താ പറയാ, ഹൗസ് ഇൻ ഹൗസ്. യെസ്, അതായത് ഇത് പിന്നെ ആ ടീമിലുള്ള അല്ലെങ്കിൽ ആ ഹൗസിലുള്ള എല്ലാവർക്കും പങ്കെടുക്കാം, അത്രേ. അതായത് കാറ്റഗറി ലോക്കഡ് അല്ലാത്ത മത്സരത്തിന് ജനറൽ മത്സരം എന്ന് പറയാം. അത് ജസ്റ്റ് ഓക്കെ. അപ്പൊ ആ രൂപത്തിൽ നിങ്ങൾക്ക് ഏത് രൂപത്തിലും എന്ത് ചെയ്യാം. പക്ഷെ നമ്മൾ ഇതിൽ എൻ്റർ ചെയ്ത സമയത്ത് ഞാൻ ഈ ഒരു പിന്നെ ടാബുലേഷൻ ഷീറ്റ് ഉണ്ടാക്കിയതുകൊണ്ട് ഈ ഒരു ഫോർമാറ്റ് തന്നെ നിങ്ങൾ എൻ്റർ ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യാം, ഒന്ന് ഇതിൽ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യുക. ഈ രൂപത്തിൽ തന്നെ പേസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ഈ ഒരു ഷീറ്റിന്റെ പേര് ശ്രദ്ധിച്ചാൽ പ്രോഗ്രാംസിന്റെ ഷീറ്റിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ടാബുലേഷനിൽ പോയി കാണാൻ പറ്റും. പിന്നെ ഗ്രേഡിങ്, ഇത് ഈ രൂപത്തിൽ തന്നെ കൊടുക്കണം. ഇപ്പൊ ഇത് അതായത് പിന്നെ ഈ ഒരു പിന്നെ ഞാൻ ഉണ്ടാക്കിയ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നത് ഈ ഒരു ഫോർമാറ്റാണ്. അതായത് ഫസ്റ്റിന് സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന ഫോർമാറ്റാണ്, നമ്മൾ സർഗലത്തിലും മുസാബക്കലൊക്കെ ഉപയോഗിക്കുന്ന ഫോർമാറ്റ് തന്നെയാണ്. ഫസ്റ്റ് സെക്കൻഡ്, അതായത് ഇൻഡിവിജ്വൽ, വ്യക്തിഗത. അന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഇൻഡിവിജ്വൽ മത്സരങ്ങളിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡിന് 5, 3, 1 ഉണ്ടാവുക. അത് A ഗ്രേഡ് ആണെങ്കിൽ 5, B ആണ് 3, C ആണെങ്കിൽ 1, വിത്തൗട്ട് ആണ് 0. ഓക്കെ, അപ്പൊ ഇത് കറക്റ്റ്. ഇനി പിന്നെ ഗ്രൂപ്പിനും ഫസ്റ്റ് സെക്കൻഡ് തേർഡ്, പിന്നെ ഗ്രൂപ്പിനും ഗ്രേഡ് സെയിം ആണ് അല്ലെ. നമ്മൾ ഇൻഡിവിജ്വൽ മത്സരമാണെങ്കിലും ഗ്രൂപ്പ് മത്സരം ഗ്രേഡ് സെയിം ആണ്. പക്ഷെ എന്തുകൊണ്ട് രണ്ടുമായിട്ട് ആവർത്തിച്ചെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതിവിടെ ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് പിന്നെ കുറച്ചുകൂടി ഫോർമുല എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ലുക്കപ്പ്, എക്സ് ലുക്കപ്പ് പോലെ ഫംഗ്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഗ്രൂപ്പിന്റെ അകത്തും A ഗ്രേഡ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എളുപ്പമായി ഫോർമുല ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ഗ്രേഡ് സിംഗിൾ ഗ്രേഡ് ആണെങ്കിലും പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇൻഡിവിജ്വൽ ഐറ്റംസിനൊക്കെ ഒരു പോയിന്റ്, ഗ്രൂപ്പ് ഐറ്റംസിനൊക്കെ ഒരു പോയിന്റ്, അത്രേ ഉള്ളൂ. മൂന്നാമതൊരു കാറ്റഗറി നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഉദാഹരണം പറയാം, ഈ ഒരു ഉദാഹരണം പറയാം, സാധാരണ ഇപ്പോ പിന്നെ ഞാൻ പഠിച്ച സ്ഥാപനത്തിലൊക്കെ വേറെ മൂന്നാമതൊരു കാറ്റഗറി ഉണ്ട്. അതായത് ഇൻഡിവിജ്വൽ മത്സരത്തിന് ഒരു മാർക്ക്, പിന്നെ ഗ്രൂപ്പ് മത്സരം, അതായത് കാറ്റഗറി വൈസ് ഗ്രൂപ്പ്, സബ് ജൂനിയർ ഗ്രൂപ്പ് സോങ് അതിന്റെ മത്സരം, പിന്നെ ഹൗസിന്റെ മത്സരം അല്ലെങ്കിൽ ജനറൽ മത്സരമായിട്ടുള്ള ബുർദ, കവാലി, അതുപോലെ തന്നെ പിന്നെ ഡിബേറ്റ്, അങ്ങനത്തെ മത്സരങ്ങൾക്ക് വേറെ പിന്നെ പോയിന്റ് ഉണ്ടാവും, കുറച്ചുകൂടെ പോയിന്റ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അതും ഇവിടെ നമ്മൾ രേഖപ്പെടുത്തണം. ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. പിന്നെ കാണിക്കാം, ഹൗസ് ടൈപ്പ് ചെയ്താല് ഹൗസ് അപ്ഡേറ്റ് ആവും. ഇവിടെ എന്ത് ചെയ്യുക, അതേപോലെ ഈ സെയിം ഫോർമാറ്റ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കോപ്പി ചെയ്താൽ മതി. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. കോപ്പി ചെയ്യാം, ഇതും കോപ്പി ചെയ്യാം. ഓക്കെ, ഗ്രേഡ് നമ്മൾ സെയിം കൊടുക്കുന്നത് കൊണ്ട് നമുക്കത് കോപ്പി ചെയ്യാം. ജസ്റ്റ് ഹൗസ് താഴെ ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്താണ് ഉപയോഗിക്കുന്നത് അതന്നെ ഉപയോഗിക്കണം കേട്ടോ. ഇവിടെ ഹൗസ് ഇല്ല, ഞാൻ ഇവിടെ ജനറൽ നല്ലത്, അല്ലെങ്കിൽ മറ്റേന്താണ്. അപ്പൊ അതുപോലെ നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതുപോലെ ഇവിടെ ഉപയോഗിക്കണം, അത്രേ ഉള്ളൂ. ഇവിടെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആകുമ്പോൾ ഫസ്റ്റ് സെക്കൻഡിന് ഇവിടെ 15, 10, 5 നമുക്ക് കൊടുക്കാം. ഓക്കെ, രൂപത്തിൽ നമ്മൾ മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, ശ്രദ്ധിക്കുക, ഈ കാറ്റഗറി തന്നെ ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെടണം കേട്ടോ. ഈ കാറ്റഗറി തന്നെ ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെടണം. ക്ലിയർ? ഓക്കെ, സോറി, ഇവിടെ അതായത് ഇവിടെ കൊടുക്കുന്ന കാറ്റഗറി ഉണ്ടല്ലോ,
ഇവിടെ കൊടുക്കുന്ന കാറ്റഗറി ഓക്കെ ഗ്രേഡില് ഓക്കെ അതേ സാധനം തന്നെ ഇവിടെ വേണം, ഈ ടൈപ്പിൽ വരണം ഇവിടെ. മനസ്സിലായോ? ഓക്കെ ഓക്കെ ക്ലിയർ. ഓക്കെ, അപ്പൊ ഈ ടൈപ്പില് ഗ്രൂപ്പ് ഇൻഡിവിജ്വൽ മാത്രമേ ഉള്ളൂ നിലവില്. എന്തില്ല? ഹൗസ് ഇല്ല. ക്ലിയർ ആണോ? ഓക്കെ ക്ലിയർ ആണ്. അപ്പൊ നമ്മള് ഇവിടെ ഹൗസ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ ചിലത് ഹൗസ് ഐറ്റംസ്, ഇത് ഹൗസ് ആണെങ്കിൽ ഇത് ഹൗസ് ആക്കി മാറ്റി കൊടുക്കണം, എന്നാലും വർക്ക് ആവുള്ളൂ. ഓക്കെ, ഈ ടൈപ്പും ഈ കാറ്റഗറിയും ആണ് തമ്മിൽ റിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിലുള്ള ഒന്നുകൂടെ വ്യക്തമാക്കി പറയാം, ഈ ഗ്രേഡിങ്ങിന്റെ അകത്തുള്ള കാറ്റഗറിയും പ്രോഗ്രാംസിന്റെ അകത്തുള്ള ടൈപ്പാണ് തമ്മിൽ മാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ പിന്നെ പോയിന്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണ്. യെസ് യെസ് യെസ്. അപ്പൊ ഈ റിസൾട്ടിലേക്ക് പോകാം. ഓക്കെ, റിസൾട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ജസ്റ്റ് പിന്നെ ഇതിന് പാസ്വേഡ് 1 2 3 ആണ്. ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്ത്, കാരണം എന്താ വെച്ചാൽ നമ്മൾ അറിയാതെ മാറി അടിച്ചിട്ട് നഷ്ടപ്പെട്ടുകൊണ്ട് വെച്ചിട്ട് അൺപ്രൊട്ടക്റ്റഡ് എടുത്തിട്ട് 1 1 2 3 അടിച്ചാൽ ഇത് ഒക്കെ തുറക്കും. ഏകദേശം ഇവിടെ കാണാൻ പറ്റും ഇതിന്റെ ഒരു ഫോർമുല ഒക്കെ. ഇവിടെയൊക്കെ ഫോർമുല, വലിയ ഫോർമുല അവിടെ, ഇത്ര വലിയ ഫോർമുല ഇവിടെ ഉണ്ട്. ഓക്കെ ഓക്കെ, ഇതൊക്കെ ഞാനൊരു പിന്നെ വിത്തൗട്ട് AI ചെയ്ത ഫോർമുലകളാണ്, ഞാൻ അത്യാവശ്യം ചെയ്ത വർക്കാണിത്. ഓക്കെ, അപ്പൊ അതായത് അന്ന് ഇരുന്ന് ആലോചിച്ച് ഉണ്ടാക്കിയതാണ്. പോട്ടെ, എനിവേ പിന്നെ ഇവിടെ ഒരു സാധനം ഹൈഡ് വെച്ചിട്ടൊക്കെ ഉണ്ട്. ഹൈറ്റ് നോക്കണ്ട, അതൊന്നും നിങ്ങൾ ചെയ്യണ്ട, ഒക്കെ ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, ഈ റിസൾട്ട് വീണ്ടും ലോക്ക് ചെയ്യും. നിങ്ങൾ ഇപ്പൊ അൺലോക്ക് ചെയ്താലേ ലോക്ക് ചെയ്യാൻ വിട്ടുപോരുത്. പ്രൊട്ടക്ട് ഷീറ്റ് 1 2 3 ലോക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, മറന്നു പോണ പാസ്വേഡ് ലോക്ക് ഇടരുത്, പിന്നെ പണി കിട്ടും. അപ്പോ ഇവിടെ ഒന്നും ചെയ്യേണ്ട, ഈ സീരിയൽ നമ്പർ ഒന്നും കൊടുക്കേണ്ട, കോഡ് ലെറ്റർ മാത്രം കൊടുത്താൽ മതി. സോറി, കോഡ് നമ്പർ, പ്രോഗ്രാമിന്റെ കോഡ്. ഞാൻ അടുത്ത റിസൾട്ട് കയറ്റണം. അപ്പൊ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളുടെ ഈ പ്രോഗ്രാംസിനകത്തുള്ള കോഡ് ഇവിടെ ലിസ്റ്റ് ആവും. ഓക്കെ, നമ്മൾ കാണുന്നത്, ഞാൻ ഈ പരിപാടി സെലക്ട് ചെയ്യുന്നു, ഒന്ന് ടൈപ്പ് ചെയ്യാം, സെലക്ട് ചെയ്യാം, എന്ത് ചെയ്യാം. അവിടെ ഇതാണ് ഡയറി ഉറുദു സീനിയർ മത്സരമാണ്, നോൺ സ്റ്റേജ് ആണ്, ഇൻഡിവിജ്വൽ ആണ് അല്ലെ. അപ്പൊ ഇതിൽ പൊസിഷൻ ആദ്യം കൊടുക്കുക, പൊസിഷൻ ഫസ്റ്റ്. അപ്പൊ സീനിയർ ആണ്, ഫസ്റ്റ് കൊടുക്കുന്നു. ഫസ്റ്റ് വിത്ത് A ആണോ B ആണോ കൊടുക്കുക? ഫസ്റ്റ് വിത്ത് A. അപ്പോൾ പിന്നെ ഇനി ചെസ് നമ്പർ കൂടി കൊടുക്കണം, എന്നാലും എന്ത് ചെയ്യും, ഇത് അപ്ഡേറ്റ് ആവും. അപ്പൊ നമ്മൾ കൊടുക്കേണ്ട കാര്യം ഒന്നുകൂടെ ഞാൻ പിന്നെ പറയാം. നമ്മൾ കോഡ് ലെറ്റർ കൊടുക്കണം, സോറി പ്രോഗ്രാമിന്റെ കോഡ് നമ്പർ കൊടുക്കുക, പിന്നെ പൊസിഷനും ഗ്രേഡും ചെസ് നമ്പർ മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ഇത്ര മാത്രം കൊടുത്താൽ മതി. കോഡ് നമ്പർ കൊടുക്കുമ്പോൾ നമുക്ക് പ്രോഗ്രാമും കാറ്റഗറിയും സ്റ്റേജും കിട്ടും, ടൈപ്പ്. ഒന്നുകൂടെ ക്ലിയർ ആക്കി തരാം കേട്ടോ, ഒന്നുകൂടെ പറയാം. നമ്മള് ക്ലിയർ അല്ലേ? ഓക്കെ 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 ഓക്കെ, ക്ലിയർ അല്ലേ? ഒന്നുകൂടി പറഞ്ഞാൽ മനസ്സിലാകുമായിരിക്കും. ഓക്കെ, ഒന്നുകൂടെ പറയാം. നമ്മള് പിന്നെ സീരിയൽ നമ്പർ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒരു സീരിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഫോർമാലിറ്റി കൊടുക്കുന്നതാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് കിട്ടിയ റിസൾട്ട് അനുസരിച്ച് അടിച്ചാൽ മതി, എന്തായാലും മതി. അപ്പൊ ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യാം, ഫസ്റ്റ് തന്നെ നമ്മൾ എടുത്തിട്ട് ഇത് ഒരു കോഡ് നമ്പർ, ഇപ്പം മത്സരം കഴിഞ്ഞു, അതിന്റെ റിസൾട്ട് കിട്ടി, അപ്പൊ അതിന്റെ കോഡ് നമ്പർ എത്രയാണ്? 5. അപ്പൊ 5 അടിക്കാം. അവിടെ 5 വന്നു, അത് ഓട്ടോമാറ്റിക് ആയി സോങ് RB വന്നു, കാറ്റഗറി വന്നു, സ്റ്റേജ് വന്നു, ടൈപ്പ് വന്നു. ഈ 4 കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിനനുസരിച്ച് ഇങ്ങോട്ട് വരും. ഓക്കെ, ഇനി കൊടുക്കാനുള്ള ഈ 3 കാര്യം മാത്രമാണ്. ഗ്രേഡും പിന്നെ സോറി പൊസിഷനും ഗ്രേഡും കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് റാങ്ക് കിട്ടും, സോറി പോയിന്റ് കിട്ടും. ക്ലിയർ അല്ലേ? പൊസിഷനും സ്കോർ കിട്ടും, പൊസിഷനും ഗ്രേഡും കൊടുക്കുമ്പോൾ സ്കോർ കിട്ടും. ചെസ് നമ്പർ കൊടുക്കുമ്പോൾ ആ സ്കോർ ആർക്കാ കിട്ടിയെന്നു ഏത് ടീമിനാണ് കിട്ടും, അത്രേ ഉള്ളൂ. ഇത് നോക്കാം നമുക്ക്. ഞാൻ ഫസ്റ്റ് കൊടുക്കുന്നു, ഫസ്റ്റ് ഗ്രേഡ് A, ചെസ് നമ്പർ നമുക്ക് ഇപ്പൊ സബ് ജൂനിയർ അല്ലേ, ഒരു 124, 5 കൊടുക്കാം. ഓക്കെ, ഒരാൾക്ക് വന്നു. ഓക്കെ, 10 പോയിന്റ് ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. ഇനി ഇവിടെ വന്നിട്ട് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ എൻഡേഡ് ആയി കൊടുക്കുക. എൻഡേഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് നടത്താണ് എൻഡേഡ്. ഓക്കെ, നമ്മൾ ഒരു മത്സരത്തിന് പിന്നെ എൻ്റർ ചെയ്ത് എൻഡേഡ് നോക്കുക. ഇനി നമ്മൾ റിസൾട്ട് ഔട്ട് ചെയ്താൽ പബ്ലിഷ്ഡ് നോക്കുക. ഓക്കെ, ഇനി നമ്മൾ ഔട്ട് ചെയ്യുന്നത് ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ്, ഇത് പിന്നെ പബ്ലിഷ് ചെയ്യാതെ ഇത് എന്ത് ചെയ്യാണ്, ചെക്ക് ഇട്ട് പബ്ലിഷ്, അതായത് ഇത് പബ്ലിഷ് ചെയ്താൽ എന്താവും,
എന്നുള്ള നമ്മളിപ്പോ സ്വാഭാവികമായിട്ട് പലപ്പോഴും ടീമിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ ഒരു ഏറ്റ വ്യത്യാസം വരുത്താനും ഒരു എന്താ പറയാ ആ രൂപത്തിലൊക്കെ നമുക്ക് ടീമുകളെ മുന്നോട്ടും പിന്നോട്ടും കൊണ്ടുവരാനൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ ചെയ്യും. ചില മത്സരങ്ങൾ ആദ്യം വിടാതിരിക്കാം. അപ്പൊ ചെക്ക് പബ്ലിഷ് കൊടുത്തു നോക്കുക. അപ്പൊ ചെക്ക് പബ്ലിഷ് കൊടുത്താൽ ആ രൂപത്തിൽ വരും. ഓക്കെ, ഇനി ഇതിന് സെക്കൻഡ് തേർഡ് ഒക്കെ അടിക്കാണ്ട് സെക്കൻഡ് തേർഡ് ഒക്കെ അടിക്കുക. അതേപോലെ എ ബി അങ്ങനെ കൊടുക്കുക. ബി, ഇതും ബി. ഓക്കെ, ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടൊക്കെ 132 വെറുതെ കൊടുത്തു. 165 അതെന്തോ അറിയില്ല. ഇല്ല, അങ്ങനത്തെ ആളില്ല. 130. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തത് 3 നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ വിചാരിക്കാണ്. അപ്പോ അങ്ങനെ നമ്മൾ ഓരോ എന്ത് ചെയ്താൽ മതി, ഓരോ പ്രോഗ്രാംസ് ആഡ് ചെയ്യാം. ഇനി ഗ്രേഡ് മാത്രം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. നിങ്ങൾ ഗ്രേഡിന് പോയിന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഗ്രേഡ് ആഡ് ചെയ്യാം. ഗ്രേഡ് എല്ലാവർക്കും, ചില സ്ഥാപനങ്ങൾ ഗ്രേഡിൽ പോയിന്റ് കൊടുക്കൂല, ചില മത്സരങ്ങളിൽ എല്ലാ ഗ്രേഡിലും കൊടുക്കും, ചില എ ഗ്രേഡിൽ മാത്രം കൊടുക്കും. അതൊക്കെ നിങ്ങളെ സ്വാതന്ത്ര്യമാണ് എങ്ങനെ കൊടുക്കുക. പക്ഷെ ഇതിന് ലിമിറ്റ് ഉണ്ട്, എത്ര എനിക്ക് ഓർമ്മയില്ല. അതായത് എല്ലാം ഇതിൽ നടക്കും തോന്നുന്നില്ല. ഒരു മാക്സിമം 8 10 ഗ്രേഡ് പോവുള്ളൂ. അതായത് ഒരു മത്സരത്തിന്റെ മാക്സിമം 8 10 പൊസിഷനെ ഇവിടെ പോവുള്ളൂ. ഓക്കെ, അപ്പോ അത്രയും കറക്റ്റ് ഓർമ്മയില്ല. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഞാൻ ഇവിടെ സി കൊടുക്കുന്നു. ഗ്രേഡ് ബി ഒരു 142. ഓക്കെ, അപ്പൊ 3 മാർക്ക്. ബി ഗ്രേഡ് 3 മാർക്ക്. സ്ഥാനം ഇല്ലാത്തതുകൊണ്ട് ഓക്കെ 3 മാർക്കാണ് ബി ഗ്രേഡ് വരിക. അങ്ങനെ പോകും. ഇനി ഞാൻ 5 ഒന്നുകൂടെ ടൈപ്പ് ചെയ്ത് നോക്കാം. 5 മുതലിട്ട് അടിച്ചു. ഒന്നുകൂടെ 5 ടൈപ്പ് ചെയ്താല് അവിടെ ചുവപ്പ് കാണിക്കും. ഓക്കെ, റെഡ് കാണിക്കും. കാരണം ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ വന്നാൽ റെഡ് കാണിക്കും. അപ്പൊ നമുക്ക് ഒരു സമയം ഒന്ന് അടിക്കാൻ പറ്റുന്ന രൂപത്തിലാവും. ഇനി നമുക്ക് ഏതൊക്കെ അടിച്ചത് കാണുന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസിൽ വന്നാൽ മതി. സ്റ്റാറ്റസിൽ വന്നാണ്ടോ എൻറ്റേർഡ് ആയിട്ടുള്ള കാര്യങ്ങളോട് ഉണ്ടാവും. ഇവിടെ ഇത്രയും മത്സരം ഓട്ടോമാറ്റിക് അവിടെ ലിസ്റ്റ് ആവും. ഓട്ടോമാറ്റിക് ലിസ്റ്റ് ആവും. ആ ലിസ്റ്റ് ആയത് ഇതൊക്കെ ഫോർമുലയാണ്. ആ ലിസ്റ്റ് ആയ സാധനം എന്ത് വരുന്നുണ്ട്, ഇവിടെ താഴെ വരെ കാണാൻ പറ്റും. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, ഇനി ഏതാണ് 1 2 3. ഓക്കെ, പിന്നെ നിങ്ങളുടെ മത്സരങ്ങൾ 200 ഉണ്ടെന്നുണ്ടെങ്കിൽ 153 വരെ ഉള്ളൂ കേട്ടോ. ഇവിടെ ഇത് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആവും, പക്ഷെ ഇത് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആവില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങളെ മത്സരം കൂടുതലുണ്ടെങ്കിൽ താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, അത്രേ ഉള്ളൂ. താഴെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. എത്ര മത്സരം അതിനനുസരിച്ച് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. കമ്മിയാണെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. ഈ ഫോർമുല താഴെ ഡ്രാഗ് ചെയ്താൽ മാത്രം മതി. ഓർമ്മ അത് ശ്രദ്ധിക്കണേ, ചെയ്യുന്ന സമയം ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ നമ്മൾ സ്വാഭാവിക എൻറ്റേർഡ് ആയിട്ടുള്ളത് എത്ര മത്സരം ഇവിടെ ഉണ്ട്. സ്റ്റാറ്റസ് മൊത്തത്തിൽ ടോട്ടൽ മത്സരങ്ങൾ എത്രയാണ് ടോട്ടൽ ഇവിടെ കാണിക്കുന്നത്. 153 മത്സരം ഉണ്ട്. അതിൽ ഒരു മത്സരം എൻ്റർ ചെയ്തു. പബ്ലിഷ്ഡ് പറഞ്ഞാൽ എൻ്റേർഡ് ആണ് അല്ലെ. ഒരു മത്സരം ജസ്റ്റ് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഒരു മത്സരം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരു മത്സരം ചെക്ക് പബ്ലിഷ് ആണ്, ചെക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി 150 മത്സരങ്ങളും വെയിറ്റിംഗ് ആണ്. ക്ലിയർ, അത്രയേ ഉള്ളൂ. അത് കാറ്റഗറി വൈസിൽ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇവിടെ നിങ്ങളുടെ കാറ്റഗറി ഇവിടെ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആണ് രൂപത്തിൽ സെറ്റ് ചെയ്തിട്ടില്ല. സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ, ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും, ശ്രദ്ധിക്കുക. സ്റ്റാറ്റസിന്റെ അകത്ത് ഒന്ന് ശ്രദ്ധിക്കുക, ഞാൻ പോയിന്റ് പറയാണ്. സ്റ്റാറ്റസിന്റെ അകത്ത് ഈ ഇത് നിങ്ങൾ മാറ്റണം, അപ്ഡേറ്റ് ചെയ്യണം. നിങ്ങളുടെ കാറ്റഗറി ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം. എന്താണ് ഇവിടെ കൊടുത്തത്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ അതന്നെ അവിടെ കൊടുക്കണം. നിങ്ങൾ കൂടുതൽ കാറ്റഗറി ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതാണ് ഇത് ശ്രദ്ധിക്കണം. ഇത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അൺലോക്ക് ചെയ്യണം കേട്ടോ, അൺപ്രൊട്ടക്ട് ചെയ്യണം. നിങ്ങൾ ഇത് കള്ളി എടുത്ത് കൂട്ടിയിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം, എന്നിട്ട് ഈ ഫോർമുല അങ്ങോട്ട് നീക്കണം കേട്ടോ. ഫോർമുല മൂവ് ചെയ്യണം, അങ്ങോട്ട് നീക്കിയാൽ മതി. ജസ്റ്റ് ഇപ്പൊ എന്തായി, കറക്റ്റ് ആണ്, ഒന്നും ചെയ്യാനില്ല. നമ്മൾ പക്ക ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്നും ചെയ്യാനില്ല. ഓക്കെ, ഇതുകൊണ്ട് ഈ ഫോർമുല ജസ്റ്റ് അങ്ങോട്ട് കോപ്പി ചെയ്താൽ മതി, അല്ലെങ്കിൽ മൂവ് ചെയ്താൽ ഡ്രാഗ് ചെയ്താൽ മതി. ഡ്രാഗ് ചെയ്യാൻ കോപ്പി ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ റിസൾട്ടും കവർ ചെയ്തു, അതുപോലെ തന്നെ നമ്മുടെ ഇതും കവർ ചെയ്തു, ഈ ഒരു സ്റ്റാറ്റസും കവർ ചെയ്തു. ക്ലിയർ ആണോ? ഇത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കുറച്ച് ഇപ്പോ ലോക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ല നിങ്ങള്, അതെന്താണ്? നമ്മൾ തുടങ്ങിയ കാര്യം ഗ്രൂപ്പിൽ പറഞ്ഞില്ല അല്ലെ? പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. ലോക്ക് ചെയ്യാന്ന് പറഞ്ഞാല് നമ്മള് പിന്നെ നമ്മൾ അറിയാതെ അല്ലെങ്കിൽ
ഒന്നുകിൽ നമ്മളുടെ കയ്യിൽ നിന്ന് ആക്സിഡന്റലൊന്നും സംഭവിക്കാതിരിക്കാനോ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുകയാണ് മറ്റേ ആൾ ഇത് എഡിറ്റ് ചെയ്യേണ്ട എന്ന രൂപത്തിൽ എന്ത് ചെയ്യും, നമുക്ക് ഇത് ലോക്ക് ചെയ്യാം. അത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, പ്രൊട്ടക്ട് ഷീറ്റിന് താഴെ ക്ലിക്ക് ചെയ്താൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്താൽ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പ്രൊട്ടക്റ്റിന് അകത്ത് തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ചില സെല്ല് മാത്രം സെലക്ട് ചെയ്യുക. ഇതിലിപ്പോ ഇത് പ്രൊട്ടക്റ്റഡ് ആണ്, ഏത് റിസൾട്ട് സാധനം പ്രൊട്ടക്റ്റഡ് ആണ്, ഇതൊക്കെ പ്രൊട്ടക്റ്റഡ് ആണ് കേട്ടോ. പക്ഷെ അതേ സമയം ഇത് പ്രൊട്ടക്റ്റഡ് അല്ല. അപ്പൊ ചില ഭാഗം മാത്രം അൺപ്രൊട്ടക്ട് ചെയ്യാം, അതിനൊക്കെ ഓപ്ഷന് ഉണ്ട്. ഓക്കെ, നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെക്കാം. ഈ ഷീറ്റ് ഉപയോഗിക്കുന്ന കാര്യം നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഇൻഷാല്ല. അപ്പൊ സ്റ്റാറ്റസ് ആയി. ഇനി പോയിന്റ് ക്ലിയർ അല്ലേ? വേറെ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാം കേട്ടോ. ക്ലിയർ പിന്നെ അല്ലേ? ഫോർമുല ഇപ്പൊ മൂവ് ചെയ്യണ ഒരു കാര്യം കൂടി പറഞ്ഞില്ലേ, ഫോർമുല ഒക്കെ മൂവ് ചെയ്യണ യെസ് യെസ് യെസ്. അതൊന്നും ഒന്നുകൂടെ ഒന്നുകൂടെ കാണിക്കാം. അപ്പൊ ഉദാഹരണം ഇവിടെ കിഡ്സ് കാറ്റഗറി ഉണ്ട്. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക് ആയിട്ട് മാനുവലി എത്ര കാറ്റഗറി ഉണ്ട് ഇവിടെ ഞാൻ കുറച്ച് ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ, നിങ്ങൾക്ക് എത്ര കാറ്റഗറി അനുസരിച്ച് നിങ്ങൾ കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇത് ഇവിടെ ഈ ഒരു ഭാഗത്ത് ആ ഈ കറക്റ്റ് സ്പെല്ലിംഗ് തെറ്റാതെ കാറ്റഗറിന്റെ പേര് കൊടുക്കണം. അവിടെ കിഡ്സ് കാറ്റഗറി ഉണ്ട് വിചാരിക്കാം, അവിടെ ടൈപ്പ് ചെയ്യണം കിഡ്സ്. ഓക്കെ, ഇത് 0 ആയിരിക്കും വരിക, നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഈ 4 കാര്യങ്ങളുണ്ടല്ലോ, ഇത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇത് മൊത്തം സെലക്ട് ചെയ്യാം, എന്നിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവും. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം, അപ്ഡേറ്റ് ആവും. യെസ് യെസ്. ജസ്റ്റ് സെലക്ട് ചെയ്യാം, മൂവ് ചെയ്യാം. ഇതൊക്കെ എക്സലിലെ ബേസിക് കാര്യങ്ങളാണ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ. ഓക്കെ, ഇനി പോയിന്റിലേക്ക് വരാം. പോയിന്റിലേക്ക് വരുന്ന സമയത്താണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, എത്ര പോയിന്റ് ആർക്ക് കിട്ടി എന്നുള്ളത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം, കാറ്റഗറി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം, ടീമിന്റെ പേര് അപ്ഡേറ്റ് ചെയ്യണം. ഇവിടെ ടീമിന്റെ പേര് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, എന്നാൽ ഇവിടെ കാറ്റഗറി അപ്ഡേറ്റ് ചെയ്യണം, ടീമിന്റെ പേര് അപ്ഡേറ്റ് ചെയ്യണം, ഇവിടെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് സാധനം ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇത് ഗ്രാൻഡ് ടോട്ടല്, ഇത് പബ്ലിഷ്ഡ്, ഇത് ചെക്ക് ടു പബ്ലിഷ്. ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്, മൊത്തം റിസൾട്ട് പബ്ലിഷ് ചെയ്തതും അല്ലാത്തതും പിന്നെ എല്ലാം കൂടെ ഉള്ള റിസൾട്ടാണ് ഗ്രാൻഡ് ടോട്ടല്. പബ്ലിഷ്ഡ് എന്ന് പറയുമ്പോൾ ഉദാഹരണം പറഞ്ഞു, നമ്മൾ പിന്നെ മത്സര ഫലങ്ങൾ ഔട്ട് ചെയ്ത റിസൾട്ടുകൾ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന്റെ ടോട്ടൽ മാത്രം പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ഒരു 5 മത്സരം ഔട്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ ആകെ 10 അടിച്ച് കെട്ടിയിട്ടുണ്ട്, അതിന്റെ റിസൾട്ട് പറഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ പബ്ലിഷ്ഡ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വിളിച്ച് പറയാൻ ഉപയോഗിക്കേണ്ടത്. ഞാൻ സൈഡ് ചെയ്ത് വെച്ചതാണ്, ഇവിടെ ഇതാക്കിയാൽ മതി. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കണം, ഇതും അപ്ഡേറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ അപ്ഡേറ്റ് ചെയ്യണം. 5 ടീമുണ്ട് വിചാരിക്കാം, ടീമിന്റെ പേര് കൊടുക്കാണ്. ടൊർണാഡോ, ടെമ്പസ്റ്റ്, ട്വിസ്റ്റർ, ടൈഫോൺ, ജഫീർ കൊടുക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് ജസ്റ്റ് ഇങ്ങോട്ട് എന്ത് ചെയ്താൽ മതി, കോപ്പി ചെയ്താൽ മതി എന്ന് വിചാരിക്കണം. നോക്കാം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. യെസ് യെസ്, കറക്റ്റ് ആണ്. ഇല്ല, അത് കറക്റ്റ് അല്ല കേട്ടോ, അത് കറക്റ്റ് അല്ല. ഞാൻ ഫിക്സ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് മൂവ് ചെയ്താൽ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആവില്ല, ചെറിയ മിസ്റ്റേക്ക് വരുന്നുണ്ട്. ഞാൻ ലോക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് കോപ്പി ചെയ്യാം, ഇത് കോപ്പി ചെയ്യാം. സോറി, ഇതിനകത്ത് എങ്ങനെ കോപ്പി ചെയ്യാമെന്ന് കാണിക്കാം. നമുക്ക് കൂടെ ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ടീം ഉണ്ടെങ്കിൽ കൂടെ ടീം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്യാം, ഇത് കോപ്പി ചെയ്യുക, Ctrl+C അടിക്കാം, എസ്കേപ്പ് വിളിക്കുക, എസ്കേപ്പ് പോട്ടെ. എന്നിട്ട് ഈ വീഡിയോ ഒന്നുകൂടെ കണ്ടാൽ മതി, ക്ലിയർ ആവട്ടോ. എന്നിട്ട് ഇവിടെ വരിക, ഇതിനകത്ത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് കാണാൻ പറ്റും ടൊർണാഡോന്റെ അകത്താണ് എന്ത് കിടക്കുന്നത്, ടൊർണാഡോന്റെ അകത്താണ് ഇല്ലേ, ജഫീറിന്റെ ടൊർണാഡോ അകത്താണ്. ജസ്റ്റ് നമ്മൾ ഇത് മൂവ് ചെയ്താൽ മതി, ഇവിടെ സെലക്ട് കാണുന്നുണ്ടാവും വിചാരിക്കുകയാണ്, ഇതിങ്ങനെ മൂവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ജഫീറിന്റെ മേലായി, അത് ക്ലിയർ. ഓക്കെ, ടീം, റിസൾട്ട്, കാറ്റഗറി റിസൾട്ട്, H2, സ്കോർ ഓക്കെ.
ഓക്കെ, ക്ലിയർ. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? അപ്പൊ ക്ലിയർ അല്ലേ? ഒന്നുകൂടെ കാണിക്കാം, ചെക്ക് ചെയ്താണ് എന്താ സംഭവം. ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം, കോപ്പി ചെയ്യാം, എസ്കേപ്പ് അടിക്കാം, എന്നിട്ട് ഇവിടെ വരിക, ഇത് പേസ്റ്റ് ചെയ്യാം. അപ്പൊ കാണാൻ പറ്റും നമ്മൾ സെഫിറാണ് നമ്മുടെ ടീമിന്റെ പേര്, പക്ഷെ ഇവിടെ ടൊർണാഡോയുടെ മേലെ ഉള്ളത്. ജസ്റ്റ് എന്ത് ചെയ്യാം? മൂവ് ചെയ്യാം. അല്ലെങ്കിൽ H2 ആണ്, സോറി, J4 അല്ലെ, J4 ആണ് ഉള്ളത്. അല്ലെങ്കിൽ J4 K4 ആക്കിയാൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് പിടിച്ചിട്ട് ഇങ്ങനെ നീക്കിയാൽ മതി. ഓക്കെ, ക്ലിയർ. ഇത് രണ്ടര അടിക്കാം, എന്നിട്ട് താഴോ ഡ്രാഗ് ചെയ്യാം. ക്ലിയർ ആണ് വിചാരിക്കാണ്. അത്രേ ഉള്ളൂ. ഇത് പിന്നെ അങ്ങോട്ട് ഡ്രാഗ് ചെയ്താൽ മതി. ക്ലിയർ ആണ്. ഇതേപോലെ ചെയ്യാം. ഇനി കാറ്റഗറി കൂടുതലുണ്ടെങ്കിൽ പ്രശ്നമല്ല, അത് ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. കാറ്റഗറി കൂടുതൽ, അപ്പൊ കിഡ്സ് ഉണ്ട്, ജസ്റ്റ് ടൈപ്പ് ചെയ്യണം കിഡ്സ്. വല്ലതും കിഡ്സ് ആഡ് ചെയ്യണുണ്ടല്ലോ, ഇത് എല്ലാ സാധനത്തിലും ആഡ് ചെയ്യണേ, ഒന്നും മാത്രം ആഡ് ചെയ്താൽ പോരാ. കിഡ്സ് ആഡ് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? താഴോട്ട് ഡ്രാഗ് ചെയ്താൽ. ഓക്കെ, താഴോട്ട് ഡ്രാഗ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയിക്കോളും. ഇത്രയേ ഉള്ളൂ. കിഡ്സ്. ഓക്കെ, ബസ്. ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ പോയിന്റിന്റെ അകത്ത് നമുക്ക് കാറ്റഗറി ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഡ്രാഗ് ചെയ്താൽ മതി. ടീം ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ഡ്രാഗ് ചെയ്യരുത്, കാരണം ലോക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് നീങ്ങി പോകുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പിന്നെ കോപ്പി പേസ്റ്റ് അടിച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ ക്ലിയർ അല്ലേ? ഓക്കെ ക്ലിയർ. ഓക്കെ, അപ്പൊ ഈ നമ്മുടെ ഷീറ്റ് ഏകദേശം കഴിയാനായി. ഒരു കാര്യം കൂടിയേ ഉള്ളൂ. നാട്ടിൽ വാങ്ങിക്കൊടുത്തോ? അസൽ വാങ്ങിക്കൊടുത്തോ? കൊടുത്തു. ഓക്കെ, അടുത്ത ഫൈനൽ ടാലന്റ്. ടാലന്റ് പറഞ്ഞാല് കലാപ്രതിഭ അതോ എന്താണ് അത് സാധനം? അതിനാണ് നമ്മൾ ടാലന്റ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഇതേപോലെ തന്നെയാണ്. എത്രയേ ഉള്ളൂ നമ്മളെ ഷീറ്റ്. പബ്ലിഷറുണ്ട്, സോറി, രണ്ടാലും പബ്ലിഷറുണ്ട്, ഫൈനൽ ടാലന്റ് ഉണ്ട്. നോക്കാം നമുക്ക്. ഓർമ്മ നോക്കാം കേട്ടോ. ഓക്കെ, ഇത് എത്രയേ ഉള്ളൂ, ഒന്നുമില്ല, പോട്ടെ. ഇനി ഇതെന്താ വെച്ചാൽ ഫൈനൽ ടാലന്റ്, അതായത് ടോട്ടൽ നമ്മൾ പിന്നെ കലാപ്രതിഭകളാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, സൂപ്പർ സീനിയർ, സെക്കൻഡറി ഒരു കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ആരാണ് 1, 2, 3 സ്ഥാനക്കാർ നമ്മൾ പരിഗണിക്കുള്ളൂ, അപ്പൊ അത്ര കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ പറഞ്ഞ ഇതേ വിഷയം ഇവിടെയും വരുന്നുണ്ട്. നമുക്ക് നോക്കാം ഇവിടെ. അതായത് നിങ്ങൾ കൂടുതൽ കാറ്റഗറി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഇത് ജസ്റ്റ് കോപ്പി ചെയ്യാം. കൂടുതൽ കാറ്റഗറി ഉണ്ടെങ്കിൽ ഇത് കോപ്പി ചെയ്യാം, ഇവിടെ പേസ്റ്റ് ചെയ്യാം, ഇതേപോലെ പേസ്റ്റ് ചെയ്ത് ഇപ്പം ഒരു ഗ്യാപ്പ് ഇട്ടല്ലേ ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? സോറി, ഇത് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആവുകയാണ് അല്ലേ? ഇത് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആവുകയാണ്. അപ്പൊ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആയിക്കോളും. ഇതിപ്പോ ഇവിടുന്ന് അപ്ഡേറ്റ് ആവണം. 4, 5. ഓക്കെ, അവിടെ 6 കൊടുത്തു നോക്കണം. 6 ഇവിടുന്ന് വരുന്നത് ഇവിടെ, സോറി ഇവിടെ കേട്ടോ മാറണേ, ഇവിടെ മാറും. അപ്പൊ ഇവിടെ ഞാൻ 5 എന്ത് ചെയ്യുന്നു? കാറ്റഗറി 6 ആക്കുന്നു. ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കിഡ്സ്. ഇവിടെ ടൈപ്പ് ചെയ്ത് വേണ്ടത് ഓട്ടോമാറ്റിക്, ഞാൻ മുമ്പ് പറഞ്ഞതാണ്, ഓർക്കുന്നില്ലേ? അവിടുന്ന് ഓട്ടോമാറ്റിക്കായി വരും എന്നുള്ളത്. ഓർക്കുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ഹലോ, അതെ യെസ് ഇവിടുന്ന് വരും. ഞാൻ ഒഴിവാക്കുന്നു, റിമൂവ് ചെയ്യുന്നു. ഞാൻ ചെയ്തു ഇവിടെ തന്നെ ആഡ് ചെയ്യാം. ഒരു പാർട്ടിസിപ്പന്റ് ജസ്റ്റ് കിഡ്സ് ആഡ് ചെയ്താൽ മതി. കിഡ്സ് ആഡ് ചെയ്യുന്നു. കിഡ്സ് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ബേസിക് കിഡ്സ് ആഡ് ആയി, ഓട്ടോമാറ്റിക് വന്നു അല്ലേ? ഓട്ടോമാറ്റിക് കിഡ്സ് വന്നു. ഫൈനൽ ടാലന്റിൽ ഇവിടെ 6 വന്നു, കിഡ്സ് വന്നു. ഓക്കെ, കിഡ്സ് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ്. ഇവിടെ 6 കൊടുത്താൽ മതി, ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇവിടെ പിന്നെ കിഡ്സിൽ ആരും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ 0 കാണിക്കുക. ഓക്കെ, കിഡ്സിൽ കുട്ടികളെ പേരില്ലാത്തതുകൊണ്ടാണ്. ജസ്റ്റ് പേര് ഇവിടെ കൊടുക്കാം, ജസ്റ്റ് പേര് കൊടുക്കാം, അഹമ്മദ്. ഓക്കെ, ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഇനി പബ്ലിഷ് ടാലന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഫൈനൽ ടാലന്റ് കലാപ്രതിഭനെ വിളിച്ച് പറയാൻ പാടില്ല ഒരിക്കലും. കാരണം എന്താണ്? പബ്ലിഷ് ചെയ്യപ്പെട്ട മത്സരങ്ങളിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പിന്നെ പബ്ലിഷ് ടാലന്റും ഫൈനൽ ടാലന്റും സെപ്പറേറ്റ് കൊടുക്കുന്നത്. ഫൈനൽ ടാലന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ എൻ്റർ ചെയ്ത മുഴുവൻ റിസൾട്ട് വെച്ചിട്ടുള്ളത്. പബ്ലിഷ് ടാലന്റ് എന്ന് പറഞ്ഞാൽ പബ്ലിഷ് ചെയ്യപ്പെട്ട പോയിന്റിന്റെ മാത്രം
ആണ്. ക്ലിയർ അല്ലേ? ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങൾ ചോദിക്കാം, നമ്മൾ അവസാനിപ്പിക്കാം. ഓക്കെ, ഇനി നമ്മുടെ ചോദിച്ചു. ഇത് പോയിന്റ് ലാസ്റ്റ് എവിടെ പ്രദർശിപ്പിക്കുക എങ്ങനെ? പ്രദർശിപ്പിക്കാനുള്ള ഓപ്ഷൻ ഇതിലില്ല. ഞാൻ പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞു, ഞാന് കോപ്പി ചെയ്ത അല്ലെങ്കിൽ എനിക്ക് ഈ റിസൾട്ടിന്റെ ഈ ടാബിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു പിന്നെ എക്സൽ ഫയലിന്റെ കാര്യം പറഞ്ഞു. അതിന്റെ അകത്തൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഈ റിസൾട്ടും ഇതൊക്കെ നമുക്ക് നേരെ പവർ പോയിന്റിലേക്ക് ലിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അത് കോഡ് വെച്ചിട്ട് VB വെച്ചിട്ടുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇത് VB ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്ര ഓപ്ഷൻസ് ആഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ മാനുവലി ഔട്ട് ചെയ്യണം. അതായത് ഇപ്പൊ ഉദാഹരണം പറയും, നമുക്ക് ഇത് എന്തിനാ ഉപയോഗിക്കാന്ന് വെച്ചാൽ, ഈ ഒരു ഫയലിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കണക്കുകൂട്ടലും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മാനേജ്മെന്റ് ടാബുലേഷൻ വർക്ക് മാത്രം, അതായത് റിസൾട്ട് എൻറ്റർ ചെയ്തിട്ട് അത് പിന്നെ ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ കലാപ്രതിഫലം നോക്കാനും അത്തരം കാര്യങ്ങൾക്ക് മാത്രമുള്ള ഷീറ്റ് മാത്രമാണ്. അപ്പൊ നമുക്ക് ഇതിപ്പോ റിസൾട്ട് ഔട്ട് ചെയ്യണമെന്നുണ്ട് എന്ത് ചെയ്യണം, ഈ പോയിന്റ് നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജെമിനിയിൽ ഇട്ടിട്ട് പോസ്റ്റർ ഉണ്ടാക്കുക. ഇപ്പൊ ഫുള്ള് ജെമിനി ആണല്ലോ, ജെമിനിയിലോ ChatGPT ഇട്ടിട്ട് എന്ത് ചെയ്യുക, ആദ്യം പോസ്റ്റർ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ഇത് ഔട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രാൻഡ് ടോട്ടൽ മാത്രം ഔട്ട് ചെയ്താൽ മതി, ഓരോ ടീമിന് ഗ്രാൻഡ് ടോട്ടൽ മാത്രം. അപ്പൊ അങ്ങനെ ഔട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ വിളിച്ച് പറയാം. ക്ലിയർ അല്ലേ? ചോദിച്ചാൽ തന്നെയല്ലേ ചോദിച്ചത് നിങ്ങള്? യെസ്. ഈ വീഡിയോ ഇപ്പൊ നമുക്ക് ഇനി ഒന്നും കൂടി കാണാൻ കഴിയാ? പിന്നെ അതിന്റെ ലിങ്ക് ഇടോ യൂട്യൂബ് പോലെ? യെസ്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇൻഷാല്ലാ ഞാൻ അപ്ലോഡ് ചെയ്യാം. ലിങ്ക് ഉണ്ടല്ലോ അല്ലേ? നിങ്ങളിപ്പോ ഇട്ടതിന്റെ ലിങ്ക് നമ്മള് ഇൻഷാല്ലാ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് ലിങ്ക് ഷെയർ ചെയ്യണ്ടേ? ഓക്കെ ഇൻഷാല്ലാ. പിന്നെ നമ്മള് ഒരു പ്രൊജക്ട് ആരംഭിച്ചിട്ടുണ്ട്, റെഡി ആവുമെന്നും അറിയില്ല. അതായത് നമ്മുടെ ഒരു വെബ് ആപ്ലിക്കേഷൻ പിന്നെ ഏകദേശം ഒരു 10-16 ഇതിന്റെ ഒരു 16ഓളം പേജ് ഉണ്ട്. അതിന്റെ ഒരു ഡോക്യുമെന്റേഷൻ വർക്കിലാണ് നടക്കുന്നത്. അതായത് നമ്മളൊരു ടെസ്റ്റിന്റെ, അതായത് ഫ്രം എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു സാധനം ഉണ്ട്. ഞാൻ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ അപ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, അതായത് നമ്മൾ ഏറ്റവും വലിയ സ്കില്ല് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് കോഡ് ചെയ്യലൊന്നുമല്ല, പിന്നെ നിങ്ങളെ മൈൻഡിൽ സാധനം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഒരു എഞ്ചിനീയർ ഒരു സ്കില്ല് എന്ന് പറഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് വേണം, ഇത്ര ഇത് വേണം, ഇത്ര ബജറ്റാണ്, ഈ സ്ഥലമാണ്, ഇത്ര റൂം വേണം, ഇത്ര നിലവാണെന്ന് പറയുമ്പോൾ അയാളുടെ മനസ്സിൽ ആ വീട് ഉണ്ടാവുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു എഞ്ചിനീയർ അല്ലാത്ത, ഒരു സിവിൽ എഞ്ചിനീയർ അല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിൽ കാണാൻ കഴിയില്ല. അപ്പൊ ആ ഒരു മൈൻഡ് പവർ, അല്ലെങ്കിൽ നമ്മുടെ ഒരു മൈൻഡിൽ പ്രൊജക്ട് ഡിസൈൻ ചെയ്യാം, അതേ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യാം. പ്രൊഡക്റ്റ് ഡിസൈനിങ് ഒക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പൊ ഏറ്റവും ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല്, ഇപ്പോ ഇതില് സാദിഖ് അലി ഉസ്താദ്, സാദിഖ് അലി ഉസ്താദിന്റെ മദ്രസക്ക് വേണ്ടിയിട്ട് ഒരു ഒരു എന്താ പറയാ, ഒരു ടാബുലേഷന്റെ അല്ലെങ്കിൽ ഫെസ്റ്റിന്റെ ഒരു മാനേജ് ആപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാല്, അത് വെബ് ആപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. കാരണം നിങ്ങളുടെ അവിടെ എന്തൊക്കെയുള്ളത്, എന്തൊക്കെ ക്രൈറ്റീരിയ ഉള്ളത്, എന്തൊക്കെ മാനദണ്ഡം ഉള്ളത്, എന്തൊക്കെ നിയമങ്ങളാണ് ഉള്ളത്, ജസ്റ്റ് ചോദിക്കുക, അതിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി. പക്ഷെ ഇത് എല്ലാവർക്കും ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാ സാധ്യതകളും പരിശോധിക്കണം, എല്ലാം ജാമ്യമായിരിക്കണം. അതേസമയം ഓപ്ഷണലായിട്ട് മാനുവൽ ആക്കണം. അതായത് എല്ലാവർക്കും ജാമ്യമായിട്ട് കൊണ്ടുവരും വേണം. അവർക്ക് വേണ്ടാത്ത ഓപ്ഷൻ അവർക്ക് മാനേജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർക്ക് കൊടുക്കും വേണം. അപ്പൊ അങ്ങനത്തെ ഒരു 10-16 പേജുള്ള ഡോക്യുമെന്റ് ഇപ്പൊ ഉണ്ടാക്കി അതിന്മേൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വേഷം 4 ആയിട്ടുണ്ട്. അങ്ങനെ അതിന്റെ ഒരു പ്രോസസ്സിൽ നടക്കണാണ്. ഇത് റബി ലെവൽ ആകുമ്പോഴേക്ക് കഴിയുമോ എന്നുള്ളത് അറിയില്ല. ഇൻഷാല്ലാ അതിന് വേണ്ടി ശ്രമത്തിലാണുള്ളത്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ കഴിഞ്ഞാല് നമുക്ക് ഇൻഷാല്ലാ ഇപ്രാവശ്യം ആക്കാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യത്തെ നോക്കേണ്ടി വരും. എനിവേ അതിന്റെ പിന്നിലാണ് ഇപ്പോ കുറച്ച് മെനക്കെടുന്നത്. ദുആ ചെയ്യാം. പിന്നെ 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 എന്തെങ്കിലും ചോദിക്കാണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്, നമ്മൾ ഈ ഫയലുമായി ബന്ധപ്പെട്ട് ചോദിക്കാണ്ടോ? ഇത് നിലവിലെ എക്സൽ ഫയൽ ആയിട്ടല്ല, ഇത് ഗൂഗിൾ ഷീറ്റ് ഫയൽ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും. അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? അത് എനിക്ക് മിക്കവാറും തോന്നുന്നു നടക്കില്ല. കാരണം ചില ഫംഗ്ഷൻസ്, അതായത് മിക്കവാറും എല്ലാ ഫംഗ്ഷൻസും ഗൂഗിൾ ഷീറ്റ് 90%, 99% എക്സലും ഗൂഗിൾ ഷീറ്റ് ഒക്കെ സിമിലർ ആണ്. പക്ഷെ ചില ആക്ഷൻസ് നടക്കും തോന്നുന്നില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നടക്കും എന്നുള്ളത്. ഇത് ഒരു പക്ഷെ ഗൂഗിൾ ഷീറ്റിൽ ഡെവലപ്പ് ചെയ്താണെങ്കിൽ ഡെഫിനറ്റ്ലി പറ്റും. നമ്മൾ എക്സൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ അത് നടക്കും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നടന്നാൽ കിട്ടിയാ കിട്ടി. ഓക്കെ.
അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നേരെ CPക്ക് കണ്ടിട്ട് ചെയ്താല് പിന്നെ അപ്പൊ കുറെ കോഡും അല്ല ഫോർമുലാസ് ഒക്കെ മാറൂലേ? അപ്പം അങ്ങനെ മാറും. എങ്ങനെ നമ്മളിപ്പോ ഇത് ഷീറ്റ് കൺവേർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മള് നേരെ ഇതില് അപ്ലോഡ് ഓപ്പൺ ആക്കി ചെയ്യാൻ കോപ്പി എടുത്ത് ഒന്നും അപ്ലോഡ് ചെയ്യാം. ചെയ്യണ്ട. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത സാധനം ജസ്റ്റ് ഗൂഗിൾ ഷീറ്റ് എടുക്കുക, കാണിച്ചു തരാം. ഗൂഗിൾ ഷീറ്റ് എടുക്കുക. ഗൂഗിൾ ഷീറ്റിൽ പുതിയ ഷീറ്റ് ആഡ് ചെയ്യുക, സ്പ്രെഡ് ഷീറ്റ് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇവിടെ ഫയലിൽ പോവാ, സോറി ഫയലിൽ പോവാ, ഫയലിൽ പോവാ, ഇമ്പോർട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഫയല് ജസ്റ്റ് ഇമ്പോർട്ട് കൊടുക്കുക. അത് റീപ്ലേസ് സ്പ്രെഡ്ഷീറ്റ് ഉണ്ടാവും, അത് കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. അങ്ങനെ ആ ഷീറ്റ് നേരെ ഗൂഗിൾ ഷീറ്റിലേക്ക് വരും. ഓക്കെ ഓക്കെ. പിന്നെ എന്ത് ചോദിക്കാണ്ടോ? 4:10 4:10 പിന്നെ ചോദിക്കാണ്ടോ? ഇതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഫെസ്റ്റുമായി ബന്ധപ്പെട്ടോ നമ്മൾ ഒരുപാടായി കൂടിയാണ്, അല്ലെങ്കിൽ ഇടയ്ക്കിടെ കൂടാറുണ്ടായിരുന്നു. ഓക്കെ, ഇൻഷാല്ലാ എന്ത് ചോദിക്കാണ്ട് ചോദിക്കാം. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. വൈൻഡപ്പ് ചെയ്യല്ലേ? അപ്പോ ലാസ്റ്റ് ഒരു ഡാഷ്ബോർഡ് മാറിയിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? അതായത് നമ്മളെ ടീമിന്റെ റിസൾട്ടിന്റെ കാര്യങ്ങള് നിങ്ങൾക്ക് ഏകദേശം എന്ത് ചെയ്യാം. അതിപ്പോ ഞാൻ ചെയ്തൊരു ഫയൽ മാത്രമാണ്. ഇതിന്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ടാബുലേഷൻ പറയുന്നത് കൂട്ടുക എന്നുള്ളത് മാത്രമാണ്. റിസൾട്ട് കിട്ടിയാൽ, ജഡ്ജസിന്റെ കയ്യിൽ റിസൾട്ട് കിട്ടിയാൽ അത് അടിച്ച് കയറ്റിയിട്ട് ടോട്ടൽ പോയിന്റ് കിട്ടണം. ടോട്ടൽ പോയിന്റ് വേറെ ഒരുപാട്, ഞാൻ പഠിക്കുന്ന സമയത്ത് വേറെ ഒരുപാട് ടൂൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പോയിന്റിന്റെ കൂടെ എന്തും കിട്ടും നമുക്ക്, പിന്നെ കലാവധി വരാൻ കിട്ടും, അങ്ങനെ ഡീറ്റെയിൽസ് കിട്ടും, അത്രേ ഉള്ളൂ, അത്രമാത്രം. ഓക്കെ, പിന്നെ ഓക്കെ, വേറെ ചോദിക്കാണ്ടോ? നിങ്ങൾക്ക് ഡാഷ്ബോർഡ് ഉണ്ടാക്കട്ടോ? നിങ്ങൾക്ക് ഡാഷ്ബോർഡ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഞാൻ ചില സമയത്ത് എന്നോട് ചില കോളേജുകൾ ചോദിക്കാറുണ്ട്. ഞാൻ ആദ്യമൊക്കെ അത് പിന്നെ 1-2 സ്ഥാപനങ്ങൾക്ക് വെറുതെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ ചോദിക്കും, പിന്നെ ഇതിൽ നിന്ന് റിസൾട്ട് കിട്ടാൻ മാർഗം ഉണ്ടോ? അതായത് റിസൾട്ട് അല്ല, സമ്മാനം കൊടുക്കാനുള്ള ഫസ്റ്റ് കുട്ടികൾ മാത്രം കിട്ടണം. അപ്പൊ ഞാൻ ജസ്റ്റ് ഫിൽട്ടർ ഫംഗ്ഷൻ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾ സ്വാതന്ത്ര്യം. ഇൻഷാല്ലാ. പിന്നെ വേറെ ചോദിക്കാണ്ടോ? എനിത്തിങ് എൽസ്? ഓക്കെ. ക്ലിയർ ആവുന്നു, എന്നോട് വ്യക്തമാക്കാൻ പറ്റുമോ? റിസൾട്ട് ഓക്കെ. യെസ്. ഞാൻ നേരത്തെ പറഞ്ഞത് അതിന്റെ ഒരു വർക്കിലാണ്. ഏകദേശം ഒരു പിന്നെ അതിന്റെ ഉള്ള വർക്ക് നടക്കുന്നുണ്ട്. അപ്പോ 1-2 ഉസ്താദുമാരൊക്കെ കൂട്ടിയിട്ട് പിന്നെ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് അതിലൊരു ലോജിക് ഫ്രെയിം വർക്ക് ചെയ്യണം, പിന്നെ അത് കോഡ് ചെയ്തിട്ട് ഉണ്ടാക്കണം, പിന്നെ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യണം, അതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കണം. റൺ ചെയ്തിട്ട് ഫംഗ്ഷനിങ് ആണെന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും എങ്ങനെ കോപ്പി ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് സജ്ജീകരിക്കാൻ നോക്കണം, നമ്മൾ മുമ്പ് ചെയ്തതുപോലെ. അതായത് എല്ലാവർക്കും ഈസി ആയിട്ട് എങ്ങനെ ഇത് ആക്സസ് ചെയ്യാം, ആ ഒരു സെറ്റ് ചെയ്യാന്നുള്ള അതിന്റെ ഒരു വീഡിയോ ഉണ്ടാക്കേണ്ടി വരും. അത്തരം കാര്യങ്ങളിലേക്കുള്ള നടക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആകുമെന്ന് നമുക്ക് ഉറപ്പില്ല. പിന്നെ എന്താണെന്ന് വെച്ചാല് ഞാൻ പിന്നെ ഒരു വളരെ പിന്നെ ആത്മാർത്ഥമുള്ള കാര്യം പറയാം. നിലവിൽ ഒരുപാട് ടൂളുകൾ നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഫെസ്റ്റ് ആപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ നമ്മൾ ഗ്രൂപ്പിലൊക്കെ പല കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു പിന്നെ ഫിലോസഫി എന്ന് പറഞ്ഞാൽ പഠിക്കാൻ വേണ്ടിയിട്ട് പൈസ ചെലവാക്കണം, പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാൻ വേണ്ടി പൈസ ചെലവാക്കണം. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഈ ഇത്തരം ടൂളുകളൊക്കെ ഞാൻ മദ്രസയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് ഉപയോഗിക്കുമായിരുന്നു. പിന്നെ അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്തുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതിന്റെ പുറമെ എന്തുണ്ട്, സപ്പോർട്ട് കിട്ടും. നമുക്ക് എന്ത് സംഭവിച്ച സപ്പോർട്ട് കിട്ടും. ഞാൻ എപ്പോഴും പറയാ, എന്ത് സംഭവിച്ചാലും എനിക്ക് സപ്പോർട്ട് തരാൻ ഞാൻ ഗ്യാരണ്ടി തരൂല. ഞാൻ തരൂല അങ്ങ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മള് പിന്നെ എന്താണ് പല സമയത്തായിരിക്കും സ്വാഭാവിക ഗ്യാരണ്ടി പറഞ്ഞാൽ എന്ത് ചെയ്യണം, പിന്നെ നമ്മള് പിന്നെ അതിനനുസരിച്ച് ഉത്തരവാദിത്തം നമുക്കാവും. അപ്പൊ നമുക്ക് ഉത്തരവാദിത്തം ഇല്ലാത്ത രൂപത്തിൽ നമ്മൾ ചെയ്യണം. കാരണം നമ്മൾ ഇതിന്നൊന്നും ലാഭേച്ഛല്ലാതെ പ്രവർത്തിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളെ തിരക്കിന്റെ ഇടയിൽ കൂടെ നമ്മളെ മെയിൻ പരിപാടി ഇതല്ല, തിരക്കിന്റെ ഇടയിൽ കൂടെ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാന്നുള്ളതാണ്.
അപ്പൊ ഞാൻ ഈ ഒരു എക്സൽ ഫയലാണെങ്കിലും എക്സൽ ഫയലൊക്കെ വർക്ക് ചെയ്തിട്ട് എന്താണ് നടന്ന കാര്യമാണ്, ഫങ്ഷനിങ് ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ നിങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ചാലും അത് നിങ്ങൾ അതിന്റെ ഉത്തരവാദിത്തം അറിയണം. ആ രൂപത്തിൽ ആദ്യമൊക്കെ ട്രയൽ ചെയ്ത് നോക്കുക, എന്നിട്ട് മാത്രം എന്ത് ചെയ്യാം, ട്രയൽ ചെയ്ത് ഡൗട്ടിന്റെ ഗ്രൂപ്പ് ചോദിക്കുക, ബാക്കി ആർക്കെങ്കിലും അറിയാൻ പറയാം, ഞാൻ അറിയാൻ ഫ്രീ ആണ്, ഞാനും പറയുന്നുണ്ട്. ചെയ്തിട്ട് മാത്രം ചെയ്യാം. അതേപോലെ ഞാൻ വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയാൽ അങ്ങനെ തന്നെ ചെയ്യാം. ഞാൻ വെബ് ആപ്ലിക്കേഷൻ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നിലവിൽ ഒരുപാട് ടൂളുകളുണ്ട്. ആ ടൂളുകളിൽ നിന്നും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വെബ് ആപ്ലിക്കേഷൻ ഫങ്ഷനിങ് ആയാലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വെബ് ആപ്ലിക്കേഷനിൽ ഒരു ആരുടെ സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് ഉണ്ടാവില്ല, അത് ഒക്കെ കറക്റ്റ് ആയിരിക്കും. നമ്മൾ കോപ്പി ചെയ്യുക, നമ്മൾ റൺ ചെയ്യുക, നമ്മൾ ടെസ്റ്റ് ചെയ്യുക, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തില്ല, അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനാണത് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളുടെ കൂടെ രണ്ടു മൂന്ന് ആളുകൾ ഹെൽപ്പിനുണ്ട്. അപ്പം നമ്മുടെ ഒരു എഫേർട്ടിന്റെ ഭാഗമായിട്ടുള്ള സാധനമാണ്. അപ്പൊ അത് നിങ്ങൾ ഉപയോഗിക്കുക, ആർക്കും ഉപയോഗിക്കാം. ഓപ്പൺ സോഴ്സിന്റെ സംഗതി ആയിരിക്കും ഉണ്ടാകും. എന്നാൽ മറ്റുള്ള ആളുകളെ ടൂളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതിന് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ നമുക്ക് സപ്പോർട്ട് തരുന്നുണ്ട്. ഓക്കെ, സപ്പോർട്ട് തരുന്നുണ്ട്. അപ്പം അത് നല്ല തന്നെയാണ്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ പൈസ കെട്ട് ചെലവാക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരുപാട് ഞാൻ അതേ പ്രൊമോട്ട് ചെയ്യുള്ളൂ. കാരണം നമ്മൾ ആരുടെ ഇപ്പൊ സ്വാഭാവികമായിട്ട് എന്നോട് പല ആളുകളും കഴിഞ്ഞ നമ്മളെ മദ്രസ റിസൾട്ടിന്റെ സമയത്ത് പല ആളുകളും പറഞ്ഞു, നിങ്ങള് ഈ ഇതൊക്കെ വെച്ച് പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുടെ കഞ്ഞി മുട്ടിക്കാണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല. ഇത് വെച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരിക്കലും നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാല് ഇത് ചെയ്തു കൊടുക്കുക എന്നുള്ളതല്ല, എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമ്മളന്ന് ചെറിയൊരു 100 റുപ്യ 50 റുപ്യ വാങ്ങിയിട്ട് ഉസ്താമാർക്കൊക്കെ ഈ ഒരു റിസൾട്ടിന്റെ സാധനം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആർക്കും എന്താവില്ല, ഒരു ആപ്പ് സ്ക്രിപ്റ്റിന്റെ ഗൂഗിൾ സ്ക്രിപ്റ്റിന്റെ ഒരു ഫംഗ്ഷനിങ്ങും വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നില്ല. നമ്മളത് ഒരു മൊഡ്യൂൾ ഉണ്ടാക്കിയിട്ട് കൊടുത്തു, നമുക്ക് ഉപയോഗിക്കാന്ന് പറഞ്ഞ് കൊടുത്തതുകൊണ്ട് തന്നെ പല ആളുകളും അത് എക്സ്പ്ലോർ ചെയ്തു, ആ രൂപത്തിൽ ചെയ്തു. അപ്പൊ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ. ഈ നമ്മുടെ ആളുകളുടെ ഒക്കെ ഇതിലൊക്കെ അവെയർ ചെയ്ത് കൊണ്ടുവരിക, അതിനൊരു അവബോധം ഉണ്ടാക്കി കൊടുക്കുക, ഉത്ബോധിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യമായി വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് പറയാൻ തോന്നിയോണ്ട് പറയാണ്. ഇൻഷാ അള്ളാ അങ്ങനെ വന്നാൽ തന്നെ ആ രൂപത്തിലായി നമ്മുടെ ആപ്ലിക്കേഷൻ ഉണ്ടാവുക എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഈ എക്സലില് പവർ പോയിന്റിൽ എങ്ങനെ കാണിക്കാന്നുള്ള ഒരു ഡെമോ കാണിച്ചു തരുമോ? പവർ പോയിന്റ് കാണിക്കാൻ നിങ്ങൾ ടെംപ്ലേറ്റ് ഉണ്ടാക്കേണ്ടി വരും. ആദ്യം ടെംപ്ലേറ്റ് ഉണ്ടാക്കുന്ന ആനിമേഷനെ വെച്ചിട്ട് എങ്ങനെ പവർ പോയിന്റിൽ ആനിമേഷൻ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ജസ്റ്റ് ചാനൽ എടുത്ത് നോക്കിയാൽ മതി. നമ്മുടെ യൂട്യൂബ് ചാനൽ എടുത്താൽ നിങ്ങൾക്ക് പവർ പോയിന്റ് പഠിക്കാൻ വളരെ എളുപ്പത്തിലുള്ള ഒരു ചാനൽ, യുവർ ചാനൽ വീഡിയോസ്, ലാസ്റ്റ് വീഡിയോ ഉണ്ടോ, പ്രസന്റ് ലൈക്ക് എ പ്രോ. ഈ ഒരു വീഡിയോ, ഹലോ, ഈ ഒരു വീഡിയോ ചാനലിൽ ഏറ്റവും ലാസ്റ്റ് വീഡിയോ ഇതാണ്. ഈ ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ ഒരു 1.5 മണിക്കൂറേ ഉള്ളൂ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ. എല്ലാം കാണണ്ട, നിങ്ങൾക്ക് പവർ പോയിന്റിന്റെ ഒരു ആത്മാവ് റൂഹ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺവേ ചെയ്ത് തരുന്നുണ്ട്. അത് നിങ്ങളുടെ കയ്യിലാണ്. അപ്പൊ അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ വേറൊരു ടീമിന് വേണ്ടി ചെയ്തു കൊടുത്ത, നമ്മുടെ ഒരു സംഘടനക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ഒരു വീഡിയോ ആയിരുന്നു. ഇത് റെക്കോർഡാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ പവർ പോയിന്റ് സെറ്റ് ചെയ്യുന്നത് ഐഡിയ കിട്ടും. ഓക്കെ, പിന്നെ ഇൻഷാ അള്ളാ ഞാൻ ഒരു കാര്യം വിട്ടുപോയി നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട്, ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് അത്, അവസാനം പറയേണ്ടി വന്നു. ഇതാണ്, അതായത് നമ്മൾ ചെസ് നമ്പർ അടിക്കാന്ന് പറഞ്ഞു. നിങ്ങൾ ആരും ചോദിച്ചിട്ടുള്ള സംശയം, ടീം ചെസ് നമ്പർ ഉണ്ടാവോ? ഗ്രൂപ്പ് മത്സരങ്ങള് അതിന് ചെസ് നമ്പർ ഉണ്ടാവോ? ഇപ്പൊ ഉദാഹരണം പറയാം, ഒരു ഗ്രൂപ്പ് മത്സരം ആഡ് ചെയ്യാം. ഇതാ ചോദിക്കാൻ വിട്ടു, നോക്കാം ഇവിടെ. ഗ്രൂപ്പ് മത്സരം 144 ക്വിസ്, 144 ക്വിസ്, 144 സോറി 155 144 ക്വിസ്, സെക്കൻഡറി സ്റ്റേജ് ഗ്രൂപ്പ്, ഫസ്റ്റ് ബി എ 121 വരുന്നുണ്ടോ?
കാൻഡിഡേറ്റ് വരുന്നില്ല. സെക്കൻഡ് ഗ്രൂപ്പ് മത്സരങ്ങൾക്ക് എന്തില്ല? ചെസ് നമ്പർ ഉണ്ടാവില്ലല്ലോ, കാരണം ഗ്രൂപ്പല്ലേ മത്സരിക്കണത്. ക്ലിയർ ആണോ? അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒന്നും ചെയ്യണ്ട, നമ്മുടെ ആ ടീമിന്റെ പേര് കറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, തെറ്റാതെ. ഒരു ടൈഫോൺ ആയി ടൈഫോൺ, അല്ലെങ്കിൽ ടെമ്പസ്റ്റ്, ടൊർണാഡോ, ടൊർണാഡോ. ഓക്കെ, ടൊർണാഡോ 15 പോയിന്റ്. ക്ലിയർ ആണോ? നമ്മുടെ എൻ്റെ ആക്കുന്നു, പബ്ലിഷ് ചെയ്തു, പബ്ലിഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കാണാൻ പറ്റും പോയിന്റില് ഗ്രൂപ്പ് 46 സെക്കൻഡ് സെക്കൻഡറി 15 പോയിന്റ് എന്നാണല്ലോ ടൊർണാഡോക്ക്. ഓക്കെ, അതാണ് കാരണം അത് പോയിന്റ് ഇവിടെ കയറി. ക്ലിയർ ആണ് വിചാരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇപ്പൊ നമ്മൾ ഒരുപാട് കാര്യം സംസാരിച്ചു. പിന്നെ നമ്മളുടെ ഈ ഒരു ഉദ്ദേശിക്കുന്ന വെബ് ആപ്ലിക്കേഷൻ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു ഇന്ന്. അതുപോലെ തന്നെ അത് എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു സംസാരിച്ചു. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റു ടൂളുകളൊക്കെ ഉപയോഗിക്കാമെന്ന് നമ്മൾ സംസാരിച്ചു. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. സ്വാഭാവികമായിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുമായി ഇഷ്യത്തുണ്ട്, അവർക്കൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മളുടെ അത് വ്യത്യസ്തമായിരിക്കും. നമ്മൾ അത് എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ടൂളായിട്ട് നമ്മൾ കാണുന്നത് നമ്മൾ സംസാരിച്ചു. ഇനി ഇന്നത്തെ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ, ഇത് പറയാനുണ്ടോ? പിന്നെ അതുപോലെ തന്നെ ഒരു പവർ പോയിന്റ് വളരെ അത്യാവശ്യമാണ്. റിസൾട്ടോടെ പവർ പോയിന്റ് ചെയ്യുക. അതിനെങ്ങനെ നല്ലൊരു പവർ പോയിന്റ് സെറ്റ് ചെയ്യുക, ആനിമേഷന്റെ ആത്മാവ് എന്താണ്, ആ ആനിമേഷന്റെ ഒരു ബേസ് എന്താണ്, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരു പ്രസന്റിലേക്ക് എപ്പോ എന്ന് പറഞ്ഞ ഒരു വെബിനാറിന്റെ വർക്ക്ഷോപ്പിന്റെ ഒരു വീഡിയോ ഇവിടെ ഉണ്ട്, നമ്മൾ സംസാരിച്ചു. പിന്നെ എന്തെങ്കിലും ഹലോ? ഇല്ല, ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, ഇൻഷാ അല്ലാഹ് എന്നാലും അവസാനമായിട്ട് ഒരു കാര്യം സംസാരിക്കാം. പിന്നെ ഞാനൊരു എക്സൽ ഗുരു ആണ്, നിങ്ങൾക്കറിയാം. എനിക്ക് വെബ്സൈറ്റ് ഒക്കെ ഉണ്ട് എക്സൽ ഗുരു എന്ന് പറഞ്ഞിട്ട്. അതിലുപരിയായിട്ട് ഞാനൊരു ക്വിസ് മാസ്റ്റർ ആയിരുന്നു. ഇവാസ ക്വിസ് മാസ്റ്റർ ഇതിന്റെ സൈറ്റാണ് hamilakar.in ക്വിസ് മാസ്റ്റർ. ഓക്കെ, എന്റെ ഫസ്റ്റ് ഡാറ്റ അനലിസിസ് ഞാൻ എക്സൽ പിന്നെ ഫസ്റ്റ് ക്വിസ് മാസ്റ്റർ ആയിരുന്നു. പക്ഷെ എന്റെ ആ കരിയർ അവസാനിച്ചു. കാരണം ഞാൻ ഇപ്പൊ നിലവിൽ വിദേശത്താണുള്ളത്. പെട്ടെന്ന് പിന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് പല ഇത് നിർബന്ധമാക്കിയതുകൊണ്ട് വിദേശത്തെത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോ പിന്നെ ഞാൻ എന്റെ ക്വിസ് മാസ്റ്റർ കാര്യം അവസാനിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാല് ജസ്റ്റ് ഒരു കാര്യം എടുത്ത് നോക്കിയാല് ഞാൻ മുമ്പ് ചെയ്ത ഒരുപാട് കാര്യം കാണാൻ പറ്റും. ഞാനൊരു മലയാള മനോരമന്റെ ഒരു ക്വിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മലപ്പുറം കോളേജിൽ. പക്ഷെ എന്റെ വീഡിയോസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ക്വിസ് അവൈലബിൾ ആയ ഓക്കെ, ഇത് ഒരു ഓക്കെ ഇതിന്റെ ഒരു ഇത് കാണിക്കാം. ഇത് ഒരു മത്സരമാണ്, ക്വിസ് മത്സരമാണ്. അതില് ഈ കാണുന്നത് ബസറാണ്, കാണുമ്പോൾ ബസറാണ്. ഓക്കെ, ബസർ ക്വിസ് ബസർ, ക്വിസിന് ഉപയോഗിക്കുന്ന നമ്മള് സ്റ്റേഷനിലൊക്കെ ഉപയോഗിക്കുന്ന ബസറാണ്. കാണാൻ പറ്റുന്ന ആ ഒരു റെഡാണ് ബസറിന്റെ ഉപയോഗം. ഓക്കെ, ക്ലിയറാണെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഈ ബസർ നിലവിൽ നമ്മള് പിന്നെ നമുക്ക് ടീമുണ്ട്. നിങ്ങളുടെ റബി ലെവൽ പരിപാടി ക്വിസോ കളർ ആക്കണം എന്നുണ്ടെങ്കിൽ മുമ്പ് ഞാൻ ഒരു റബി ലെവൽ സമയത്ത് ഒരുപാട് ക്വിസൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. മദ്രസയിലും അല്ലാതെയൊക്കെ ഒരുപാട് ക്വിസും പിന്നെ കോളേജുകളിലും അല്ലാതെയൊക്കെ ഒരുപാട് ക്വിസൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല. അപ്പൊ ഇതിന്റെ ബസർ നാട്ടിലുണ്ട്. ബസറിന് ഓരോ ഓപ്പറേറ്റർ ഉണ്ട്. നിങ്ങളുടെ മദ്രസയിൽ നിങ്ങൾക്ക് പിന്നെ ക്വിസോ കളറായി നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ക്വിസ് മാസ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ബസർ ഉണ്ട്. ബസർ മാത്രം നിങ്ങൾ ക്വിസ് പ്രസന്റ് ചെയ്യും. ബസർ ക്വിസ് എങ്ങനെ ചെയ്യാന്നുള്ള ട്രെയിനിങ് നമുക്ക് തരാൻ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് തരാൻ പറ്റും. നിങ്ങൾക്ക് ക്വിസ് കളറായി നടത്തണം. അപ്പൊ ഞാനൊരു മദ്രസ ക്വിസ് കാണിച്ചു തരാം. നമ്മളൊരു ഉസ്താദിനെ ഇഷ്ടമാണ് ഒയ്ഗൂര് ഒരു മദ്രസ നടത്തിയ ക്വിസാണ്. വോയിസ് കേൾക്കുന്നുണ്ടോ ഇതിന്റെ ഇതിന്റെ? കേൾക്കുന്നില്ല അല്ലേ?
ഓക്കെ. അപ്പോ ഈ പിന്നെ മദ്രസയിലൊക്കെ വളരെ കളറായി നടത്താൻ പറ്റുന്ന പരിപാടിയാണ് ഈ ബസർ കിസ്ഡ് എന്നുള്ളത്. കിസ് മാസ്റ്റർ നിങ്ങളുടെ ഉസ്താദ്മാർക്ക് തന്നെ ആകാം, അല്ലെങ്കിൽ കിസ് മാസ്റ്റർ വേണമെങ്കിൽ നമ്മൾ തരാം. അപ്പൊ അങ്ങനത്തെ ഒരു സംഗതി ഉണ്ട്. പിന്നെ നമ്മൾ അത് ഫ്രീ ആയുള്ള കാര്യമല്ല. നമ്മളതിലും പിന്നെ ഫ്രീ എന്നല്ല, അത് എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. ഇത് നമ്മൾ സ്വാഭാവികമായിട്ടും അതിന് ഒരുപാട് എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വല്ലവർക്കും അങ്ങനെ നിങ്ങളുടെ മദ്രസയിൽ ഇത്തരം പരിപാടി കളറായി നടത്തണം എന്നുണ്ടെങ്കിൽ, കിസ് മത്സരം കളറായി നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെടാവുന്നതാണ്. ഇനി അതിന് PPT വല്ലതൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ബന്ധപ്പെടാം. PPTക്ക് ഒന്നും ചെലവില്ല. നമുക്ക് കിസ് മാസ്റ്ററെയോ അല്ലെങ്കിൽ കിസ് മാസ്റ്റർ നിങ്ങളാകാം, ബസ്ദർ മാത്രം മതി എന്നുണ്ടെങ്കിൽ ബസ്ദർ നമ്മൾ റെന്റിന് കൊടുക്കുന്നുണ്ട് വിത്ത് ഓപ്പറേറ്റർ. ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാവുന്നതാണ് ഇൻഷാല്ല. ഓക്കെ, വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി. ഇനി എന്ത് സംസാരിക്കാനുണ്ടോ? ഇല്ല, അവസാനിപ്പിക്കല്ലേ ഇൻഷാല്ല. ഓക്കെ. ഓക്കെ. ഓക്കെ ഇൻഷാല്ല. ഓക്കെ ഓക്കെ ഓക്കെ. അസ്സലാമു അലൈക്കും.